ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് പായസം ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉണക്കലരി കൊണ്ടുണ്ടാക്കിയ അടയാണ് എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഏകദേശം 400 ഗ്രാം ഉണ്ടാകും. ഈ അട മിക്കവാറും എല്ലാ കടയിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ വെള്ള കളറിലുള്ള അടയാണ് കിട്ടുന്നതെങ്കിൽ അതും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് നല്ലപോലെ തന്നെ തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അട ഇട്ട് കൊടുക്കാം. ഇതൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷം 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം. ഞാൻ അങ്ങനെ കഴുകിയെടുത്ത അട ഇപ്പോൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമുക്കൊരു വെള്ളം വാർന്ന് കിട്ടണം. അതിനായി ഹോളുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്കായിട്ട് ഞാനിവിടെ 2 വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. 1-ാം പാലും എടുത്തിട്ടുണ്ട്, 2-ാം പാലും എടുത്തിട്ടുണ്ട്. 2-ാം പാലിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് എടുത്തതാണ് ഇത്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഉരുളി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2-ാം പാലൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ നല്ലപോലെ കുറുകി വരണമെന്നൊന്നുമില്ല, ഒന്ന് നല്ലപോലെ തിളച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ചായി അട ചേർത്ത് കൊടുക്കാം. പായസം ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ പരന്ന പാത്രം എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അട ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ അടയുടെ മുകളിലാണ് പാല് നിൽക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാ ഇപ്പോൾ പാലൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മുടെ അട ചെറുതായി ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ അടയിലേക്ക് പഞ്ചസാരയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ മധുരം നോക്കിയിട്ട് നമുക്ക് മധുരം ചേർക്കാവുന്നതാണ്. മധുരമെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോഴാണ് നെയ്യ് ചേർക്കുന്നത്, ഇതുവരെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഹോർലിക്സ്. ഇത് 5 രൂപയുടെ പാക്കറ്റാണ്. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പായസം നല്ല സൂപ്പറായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പം നമ്മുടെ അടയുടെയൊക്കെ കളറൊക്കെ മാറി നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ ഹോർലിക്സ് ആണ് ഇട്ടിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. പായസം കഴിക്കുമ്പോൾ നമുക്കത് അങ്ങനെ തോന്നുകയില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നുള്ളവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഏലക്കാപ്പൊടിയോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ പായസം നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോർലിക്സിൻ്റെ കളറ് കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു പാക്കറ്റ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-ാം പാല് ചേർത്ത് നമ്മുടെ പായസം ഇനി തിളയ്ക്കാനായിട്ട് പാടില്ല. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ വെള്ള കളറിലുള്ള അടയാണെങ്കിലും ഹോർലിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ല കളറായിട്ട് കിട്ടും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകി നല്ല രസമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുന്നുണ്ട്. തേങ്ങാപ്പാലിൽ അടയൊക്കെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നെയ്യാണ് ചേർത്തെങ്കിലും നല്ലൊരു സ്മെല്ലായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് എളുപ്പമാണല്ലേ നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.